ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബേഡ് ബ്രീഡിങ്ങിന് വേണ്ടി കയറി എഗ്ഗ് ചെയ്തേക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് ബ്രീഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര എഗ്ഗ് വിരിയും, എത്ര എഗ്ഗ് ഇടും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവർ എത്ര എഗ്ഗ് വിരിയും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അതുകൂടാതെ ഒരു 3 പേരും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ പറ്റുവാണെങ്കിൽ നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പേരിൻ്റെയാണിത്. അവരുടെ 4 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇത് ആദ്യത്തെ എഗ്ഗാണ്. ഇതിനകത്ത് നല്ല രീതിക്ക് റെഡ് കളറിൽ കാണാൻ പറ്റും. ഇതിനകത്ത് ജീവനുള്ളതാണ്. ഇത് രണ്ടാമത്തെ എഗ്ഗാണ്. ഇതിനകത്തും ജീവനുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചുമല കളറിൽ ഇരിക്കുന്നത്. ഇത് മൂന്നാമത്തെ എഗ്ഗാണ്. ഇതിനകത്തും ചോരയുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ആയി വരുന്നതേ ഉള്ളൂ. ഇത് 4ാമത്തെ എഗ്ഗാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കാരണം ഇത് വിരിയില്ല. ഇതിനകത്തൊന്നും ആയിട്ടില്ല. രണ്ടാമത് ഞാൻ ഈ ബേഡിൻ്റെ എഗ്ഗാണ് എടുത്ത് നോക്കാൻ പോകുന്നത്. ഈ ബേഡ് എനിക്കൊരു 6 കുഞ്ഞുങ്ങളെ വരെ എനിക്ക് വിരിയിച്ച് തന്നിട്ടുണ്ട്. ഇത് ഈ തവണയും ഒരു 6 എഗ്ഗോളം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇത് 1ാമത്തെ എഗ്ഗാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ജീവനുണ്ട്. ഇപ്പോൾ 2ാമത്തെ എഗ്ഗാണ്. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലൈൻ എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തും ജീവനുള്ളതാണ്. ഇത് 3ാമത്തെയാണ്. ഇതിനകത്തും ജീവനുണ്ട്. നല്ല രീതിക്ക് തന്നെ ഞരമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെയാണ്. 4ാമത്തേനകത്ത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തോന്നും അതിനകത്ത് ബ്ലഡ് ഉണ്ടെന്ന്. പക്ഷെ അത് പോയ മുട്ടയാണ് കേട്ടോ. ഇതിപ്പോൾ 5ാമത്തെ മുട്ടയാണ്. ഈ മുട്ടയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ബ്ലഡിന്റെ ലൈനും ഒന്നുമില്ല. അത് ലാസ്റ്റ് ഇട്ട മുട്ടയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മുട്ടയാണ്, 6ാമത്തെ മുട്ടയാണ്. ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ ഞരമ്പുകൾ ഓടുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഇതും വിരിയുന്ന മുട്ടയാണ്. ഇത് നമ്മുടെ 3ാമത്തെ പേരാണ്. അവരും ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. അതും 3 എഗ്ഗേ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് എത്ര അതിനകത്ത് ജീവനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എഗ്ഗ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇതായിട്ടില്ല. ഇത് വിരിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് 2ാമത്തെ എഗ്ഗാണ്. ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ ബ്ലഡ് ലൈൻസ് കാണാൻ പറ്റും. ഇത് വിരിയുന്ന എഗ്ഗാണ്. ഇത് 3ാമത്തെ എഗ്ഗാണ്. ഇതിനകത്തും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതും വിരിയത്തില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്നത് ബേഡ്സിനെ കുറിച്ചും പിന്നെ ഫിഷിനെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്കും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.